ഇനി വരുന്നത് ഒരു യഥാർത്ഥ യുദ്ധമായിരിക്കും. പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖവാജ ആസിഫ് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള വലിയ വലിയ മണ്ടത്തരങ്ങൾ പറഞ്ഞ് പണി വാങ്ങിക്കാറുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പല പാശ്ചാത്യ മാധ്യമങ്ങളുടെ പല TV ചാനലുകളിലും കയറി ഇരുന്നുകൊണ്ട് ഞങ്ങൾ വെസ്റ്റിന് വേണ്ടിയാണ് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത്, അമേരിക്കയാണ് ഞങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത്, ഇത് നിങ്ങൾക്കറിയാത്ത കാര്യമാണോ, ഞങ്ങൾ ഇങ്ങനെയായത് വെസ്റ്റിന് വേണ്ടി തീവ്രവാദ പ്രവർത്തനം നടത്തിയാണ് എന്നൊക്കെ വിളിച്ചു കൂവിയ ഒരു മനുഷ്യനാണ് ഈ ഖവാജ ആസിഫ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇത് വലിയ വിവാദമായപ്പോൾ ഇയാൾ ഇത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇയാൾ ഇറക്കിയ പ്രസ്താവന എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം വന്നാൽ ഇന്ത്യ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണ് ഇന്ത്യ യുദ്ധവിമാനങ്ങളുടെ ഒരു കൂമ്പാരമാകുമെന്നാണ് ഇയാൾ പറഞ്ഞത്. ഇന്ന് ഇയാൾ പറഞ്ഞത് ഇനി ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു യഥാർത്ഥ യുദ്ധമായിരിക്കുമെന്ന് കൃത്യമായിട്ട് ഇയാൾ പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഡോൺ പത്രം കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ആ റിപ്പോർട്ടിൽ ഈ ജപ്പാനിലെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള നിറ്റ്സ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സർവീസ്, ഇവർ ഈ പാകിസ്ഥാന് കൊടുത്ത ഒരു താക്കീതുണ്ട്. അതായത് ഇന്ത്യ ഓപ്പറേഷൻ 2.0 പ്ലാൻ ചെയ്യുന്നത് ബഹിരാകാശത്ത് നിന്ന് അടിക്കാനാണ്. പാകിസ്ഥാൻ സമ്പൂർണ്ണമായിട്ട് ഭസ്മമായി പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഡോൺ എന്ന് പറയുന്ന പാകിസ്ഥാനി പത്രം എഴുതി ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, നമ്മൾ നമ്മുടെ അസാറ്റ് ആയുധങ്ങളെല്ലാം തന്നെ വികസിപ്പിക്കണം എന്നുള്ളത്. പക്ഷേ പാകിസ്ഥാൻ അത് വികസിപ്പിക്കാൻ സാധിക്കില്ല. ചൈനയുടെ ചാത്തൻ സാധനങ്ങളാണ് ഇവർ ബഹിരാകാശത്ത് പോലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ ഭീഷണിയുമായിട്ട് ഇനി ഞങ്ങൾ കൊണ്ടുവരുന്ന യുദ്ധം യഥാർത്ഥ യുദ്ധമായിരിക്കും. അതായത് ഞങ്ങൾ ഇതുവരെ ഇറക്കിയ യുദ്ധം എന്ന് പറയുന്ന വെറും ഡമ്മി യുദ്ധമായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ പ്രതിരോധ മന്ത്രി പറയുന്നത്. അപ്പോൾ ഈ മമ്മൂട്ടി സിനിമയിലൊക്കെ പറയുന്നത് പോലെ പഴശ്ശിയുടെ കളി കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഗിമ്മിക്കാണ് ഇപ്പോൾ ഇയാൾ മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. എന്തായാലും സാമ്പാ TV നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള തൻ്റെ നിലപാട് ആസിഫ് തുറന്നു പറഞ്ഞത്. എന്തായാലും ഇതിന് പിന്നാലെ നമ്മുടെ ജമ്മു കശ്മീരിൽ ഒരു വമ്പൻ നീക്കം അമിത്ഷാ നടത്തുന്നുണ്ട്. അമിത്ഷാ അവിടെ ഒരു രഹസ്യയോഗം ചേരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും അതിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് പല പ്രതിരോധ വിദഗ്ധരും അണിനിരക്കുന്നുണ്ട് എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.